ACC പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രൊഫഷണലായി തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. എക്സാമിന് വേണ്ടത് പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. ഇപ്പോൾ FM-ലാണെങ്കിൽ നിങ്ങൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ NPV കാണണം. എന്നാൽ അത് മാത്രം മതിയോ? പോരാ. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് സ്പെസിഫൈ ചെയ്യണം. ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിലും അത് എന്തുകൊണ്ട് എന്നുള്ള റീസണിങ് വേണം. അപ്പൊ അതാണ് അവിടുത്തെ റിയൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ACC എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ACC എന്ന് പറയുമ്പോൾ നമ്മുടെ സൈക്കോളജിയും കൂടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഒരു പ്രൊഫഷണൽ വേൾഡിൽ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ. നമ്മളിപ്പോൾ എക്സാമിന് ഇരിക്കുമ്പോൾ ടൈം പ്രഷർ, സ്ട്രെസ്, നമുക്ക് പ്രയോറിറ്റൈസേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ എക്സാമിൻ്റെ ഒരു പാർട്ടാണ്. പഠിച്ചവർ വരെ പാനിക്കായി മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള ഭാഗമാണത് അല്ലേ. അപ്പോൾ ACC പാസ്സാവാൻ തിങ്ക് ലൈക്ക് എ പ്രൊഫഷണൽ.